നമസ്കാരം. ജവഹർലാൽ നെഹ്റു മുസ്ലിമാണ് എന്നുള്ള രീതിയിൽ വലിയ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് പരിശോധിക്കാം. BL നന്ദ എഴുതിയ ദ നെഹ്റൂസ് എന്ന പുസ്തകം, അത് BJP പാർട്ടിയുടെ ഓൺലൈൻ ലൈബ്രറിയിൽ ലഭ്യമാണ് കേട്ടോ. ആ പുസ്തകത്തിൻ്റെ ആധാരത്തിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വളരെ ഓഥൻറ്റിക് ആയിട്ടുള്ള ഒരു പുസ്തകവും കൂടിയാണ്. ആ പുസ്തകത്തിൽ പറയുന്നത്, അറിയാൻ കഴിയാവുന്ന ഏറ്റവും ആദ്യത്തെ ചരിത്രം ആരംഭിക്കുന്നത് 1717 രാജ് കോൾ എന്ന കശ്മീരിലെ ഒരു ബ്രാഹ്മണൻ ഫാറൂഖ് സിയാറിൻ്റെ അടുത്തേക്ക് ജോലി തേടി വരികയാണ്. കാരണം ആ കാലാവുമ്പോഴേക്കും കശ്മീരും ദില്ലിയും ഒക്കെ മുഗൾ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പം തൊഴിൽ തേടി പേർഷ്യൻ ഭാഷ അറിയുന്ന രാജ് കോൾ ഡൽഹിയിലെത്തി. അതുപോലെ നിറയെ ആൾക്കാർ ഡൽഹിയിൽ വന്നിരുന്നു. നമ്മൾ ജസ്റ്റിസ് ഖഡ്ജുവിൻ്റെ ഫാമിലിയൊക്കെ അങ്ങനെ കശ്മീരിൽ നിന്ന് വന്ന ഡൽഹിയിലേക്ക് പലായനം ചെയ്തവരാണ്. ഇനി എന്താണ് ഈ കശ്മീരി പണ്ഡിറ്റ്? ആ പേരെങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. നിങ്ങൾ കശ്മീരിൽ ചെന്നാൽ അവിടെ കശ്മീരി പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള കശ്മീരി പണ്ഡിറ്റ്, കശ്മീരി ബ്രാഹ്മണരെ വിളിക്കുന്നത് ഭട്ട് എന്നാണ്. ഭട്ട്. ഇവര് മുഗൾ ദർബാറിലേക്ക് വന്നപ്പോൾ ഡൽഹിയിലേക്ക് കശ്മീരിൽ നിന്ന് വന്ന എല്ലാ ആളുകളെയും വിളിച്ചിരുന്നത് ഖോജ എന്നാണ്. ഖോജ. ആ ഖോജയിൽ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു, ബ്രാഹ്മണരും ഉണ്ടായിരുന്നു. പക്ഷേ കശ്മീരി ബ്രാഹ്മണർക്ക് അവർ സാധാരണ നാട്ടിലെ ബ്രാഹ്മണന്മാരെ പോലെ ആയിരുന്നില്ല. അവർ നോൺ വെജ് ഒക്കെ കഴിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കശ്മീരിൽ നിന്ന് വന്ന ഈ ബ്രാഹ്മണരെ മറ്റ് ബ്രാഹ്മണരായിട്ട് അംഗീകരിച്ചിരുന്നുമില്ല. അങ്ങനെയാണ് തങ്ങളുടെ ഐഡന്റിറ്റിക്ക് ഇതൊരു വലിയ പ്രശ്നമാവുമല്ലോ എന്ന് തോന്നിയ കശ്മീരി ബ്രാഹ്മണന്മാർ ഷാ ആലത്തിന്റെ കാലത്ത് ഞങ്ങൾക്ക് പണ്ഡിറ്റ് എന്ന് നാമകരണം ചെയ്യണം, കശ്മീരി പണ്ഡിറ്റ് എന്ന് നാമകരണം ചെയ്യണം എന്ന് പറഞ്ഞൊരു നിവേദനം കൊടുക്കുന്നത്. ഷാ ആലം അത് അംഗീകരിച്ചു, ഒരു വിളംബരവും പുറത്തിറക്കി. അങ്ങനെയാണ് ഈ കശ്മീരി പണ്ഡിറ്റ് എന്ന വാക്കുണ്ടാകുന്നത് തന്നെ. രാജ് കോളിന് ഒരു ജമീന്ദാർ ഒക്കെ ആയിക്കൊണ്ട് തന്നെ ജീവിക്കത്തക്കവണ്ണം ഒരു നെഹറിൻ്റെ അടുത്ത്, നെഹർ എന്ന് പറഞ്ഞാൽ ഒരു ജലാശയത്തിൻ്റെ അടുത്തുള്ള ഒരു പറമ്പിൽ, ഒരു വലിയൊരു പ്ലോട്ടിൽ വീട് വെക്കാൻ ഇടം കിട്ടിയെന്നും അങ്ങനെ ജലാശയത്തിനടുത്ത് താമസിക്കുന്നത് കൊണ്ട് ഇവരെ നെഹർ എന്ന വാക്കിൽ നിന്നും നെഹ്റുവിലേക്ക് എത്തി എന്നും പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. വേറെ ചിലർ പറയുന്നത് നോർ എന്ന് പറയുന്ന കശ്മീരിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതാണ് നോർ എന്ന് പറയുന്നത് നെഹ്റുവായി മാറിയത് എന്നാണ്. 1719 ഫാറൂഖ് സിയാറിന്റെ ദർബാറിലെ സയ്യിദ് സഹോദരന്മാർ ഫാറൂഖ് സിയാറിനെ വധിച്ച് അദ്ദേഹത്തിന്റെ കസേര ഏറ്റെടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഫാറൂഖ് സിയാറിന്റെ ഇഷ്ടക്കാരനായിരുന്ന രാജ് കോളിന് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ചെറുമക്കളായിരുന്നു മോസാറാം കോൾ, സാഹിബ് റാം കോൾ. ഇതില് മോസറാം കോളിന്റെയും സാഹിബ് റാം കോളിന്റെയും ഒക്കെ കാലാവുമ്പോഴേക്കും, അദ്ദേഹത്തിന്റെ ചെറുമക്കളാണ്, കാലാവുമ്പോഴേക്കും പൂർണ്ണമായും ദർബാറിലെ ഇവരുടെ സ്വാധീനം ഇല്ലാതെയായി. അങ്ങനെ ഒരു സാധാരണ കുടുംബം പോലെ ജീവിച്ചുകൊണ്ടിരുന്നവര് കുട്ടികളെ നന്നായി പഠിപ്പിച്ച് ഒരു തൊഴിൽ ഉണ്ടാക്കിയെടുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. മോസറാം കോളിന്റെ 2 ആമക്കളാണ് ലക്ഷ്മി റാം കോൾ, ഗംഗാധർ കോൾ. ഇതില് ലക്ഷ്മി റാം കോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുഗൾ ദർബാറിലെ വക്കീലായിരുന്നു, ഏറ്റവും ആദ്യത്തെ വക്കീലാണ്. ഇവർ പഠിച്ച നല്ല മിടുക്കന്മാരായി. ഗംഗാധർ കോൾ മുഗൾമാരുടെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഉദ്യോഗസ്ഥനായിട്ട് ജോലി കിട്ടി. ഇനിയാണ് നമ്മൾ ഇന്ന് പ്രചരിപ്പിക്കുന്ന നുണയുടെ അടിസ്ഥാനം വരുന്നത്. ഈ ഗംഗാധർ കോളിന്റെയും ലക്ഷ്മിറാം കോളിന്റെയൊക്കെ ഛായാചിത്രങ്ങൾ ലഭ്യമാണ്. ആ ചിത്രങ്ങളിൽ അവരെ കാണുമ്പോൾ മുസ്ലിം വേഷധാരിയായിട്ടാണ് കാണുന്നത് നമ്മളിന്ന്. സത്യത്തിൽ അത് മുസ്ലിം വേഷധാരി ആയതുകൊണ്ടല്ല, മുഗൾ രാജവംശത്തിലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ആ ഡ്രസ് കോഡിലാണ് അവരുള്ളത്. ആ ഡ്രസ് കോഡ് കാണുമ്പോൾ ഇതൊരു മുസ്ലിം വേഷധാരിയായിട്ട് തോന്നും. ഇതിനെ ഉപയോഗിച്ചാണ് ഇപ്പം നിർഭാഗ്യവശാൽ നെഹ്റു ഒരു മുസ്ലിം ആയിരുന്നു എന്ന് പറയത്തക്ക രീതിയിലുള്ള നുണപ്രചരണങ്ങൾ ആരംഭിക്കുന്നത്.
1857 കാലമാവുമ്പോഴേക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന വലിയ ലഹള നടക്കുകയാണ്. അപ്പൊ അതില് മുഗൾ വംശം, മുഗൾ രാജവംശം തകർന്നടിഞ്ഞു. അങ്ങനെ ഗംഗാധർ കോളിന് ഡൽഹിയിൽ നിൽക്കാൻ കഴിയില്ല എന്ന് വന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ ഭാര്യ ജേവ്റാണി കോളും 4 മക്കളും, അതിൽ 2 പെൺമക്കള്, 2 ആൺമക്കളുടെ പേര്, ഒരാള് ബൻസിധൻ കോൾ, മറ്റേയാള് നന്ദലാൽ കോൾ, ഇവരെയും കൂട്ടി ഡൽഹി വിട്ട് ആഗ്രയിലേക്ക് പോവാണ്. 1861 ഗംഗാധർ കോൾ മരണപ്പെടുകയാണ്. അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വയറ്റിൽ മോത്തിലാൽ കോൾ എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1861 മെയ് 6 പിതാവില്ലാതെ മരണപ്പെട്ട പിതാവിൻ്റെ പുത്രനായി മോത്തിലാൽ നെഹ്റു ജന്മമെടുക്കുന്നത്. പിന്നീട് കുടുംബത്തിന് വളരെ ദാരിദ്ര്യം പിടിച്ച കാലമാണ്. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂത്ത സഹോദരൻ ബൻസിലാൽ കോളിന് ഒരു ജോലി കിട്ടുകയാണ്. ആഗ്രയിലെ ജഡ്ജിയുടെ വിധിപ്പകർപ്പ് എഴുതുന്ന ജോലി. ആ ജോലിയിൽ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ ഇടപെട്ടു. അങ്ങനെ അദ്ദേഹം സബോർഡിനേറ്റ് ജഡ്ജ് ആകുന്ന രീതിയിൽ വരെ വളർന്നു. ബൻസിലാലിന് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നത് കൊണ്ട് മോത്തിലാല് രണ്ടാമത്തെ ജ്യേഷ്ഠനായിട്ടുള്ള നന്ദലാൽ കോളിനോടൊപ്പമായിരുന്നു. നന്ദലാൽ കോൾ പിന്നീട് രാജസ്ഥാനിലെ ഒരു നാട്ടുരാജ്യത്തിൽ ചെന്നു. അവിടെ ഒരു ടീച്ചറായി ജോലി ചെയ്തു. അധ്യാപകനായി ജോലി ചെയ്തിരുന്ന നന്ദലാൽ കോളിനെ ഫത്തേ സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ നാട്ടുരാജാവിന് വളരെ വലിയ ഇഷ്ടമായി. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നന്ദലാൽ കോളിനെ നിയമിച്ചു. പിന്നീട് അദ്ദേഹം ദിവാൻ വരെ ആയി. പക്ഷെ ഇതേ ഫത്തേ സിംഗ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ രാജ്യാധികാരത്തിലേക്ക് വന്നപ്പോൾ പുതിയ ചെറുപ്പക്കാരനെ, വളരെ ചെറിയ കുട്ടിയായിട്ടുള്ള രാജാവും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ആളുകളും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ നന്ദലാൽ കോൾ ദിവാന്റെ ജോലി ഉപേക്ഷിച്ച് ആ രാജ്യം വിട്ട് കാൺപൂരിൽ വക്കീൽ വിഭാഗം പഠിച്ചു. ആദ്യം കാൺപൂരിലും പിന്നെ അലഹബാദിലും അദ്ദേഹം വക്കീൽ വിഭാഗം പഠിച്ച് വക്കീൽ പണി ചെയ്തു തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, മോത്തിലാല് നന്ദലാൽ കോളിനോടൊപ്പമായിരുന്നു. ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പാസ്സാവുമെന്നൊരു സംശയം. അങ്ങനെ ആളത് നിർത്തിപ്പോന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ആൾ പാസ്സായിരുന്നു. അപ്പോഴേക്ക് ആൾ ഗ്രാജുവേഷൻ പഠനം നിർത്തി പൃഥ്വിനാഥ് കോൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ സുഹൃത്തിനോടൊപ്പം വക്കീൽ വിഭാഗം പഠിക്കാൻ ആരംഭിച്ചു. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഗ്രാജുവേഷന് ശേഷം LLB അങ്ങനെ ആയിരുന്നില്ല. വക്കീൽ വിഭാഗം പഠിച്ച് വക്കീലാകുന്നതിന് വേണ്ടി പരീക്ഷ എഴുതി അത് പാസ്സാവണം. ആ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ആ പ്രത്യേക രാജ്യത്തിലെ റാങ്ക് 1 ആയിട്ടാണ് മോത്തിലാൽ നെഹ്റു വക്കീൽ വിഭാഗം പരീക്ഷ പാസ്സാവുന്നത്. 1883 അദ്ദേഹം കാൺപൂരിൽ വക്കീൽ ജോലി ആരംഭിച്ചു. അതേ കാലത്ത് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ മോത്തിലാൽ വിവാഹം കഴിച്ചു. അതിലൊരു ആൺകുട്ടി ഉണ്ടായി. പക്ഷെ ഒരു മാറാ രോഗം പിടിപെട്ട് ഭാര്യയും മകനും മരണപ്പെട്ടു. അങ്ങനെയാണ് രണ്ടാമത്തെ വിവാഹത്തിൽ സ്വരൂപ് റാണി തുസു എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മയെ വിവാഹം കഴിക്കുന്നത്. അവരും ഇതേപോലെ കശ്മീരിൽ നിന്നും പലായനം ചെയ്തു വന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു. 3 വർഷത്തെ വക്കീൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ അലഹബാദ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 3 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം മോത്തിലാൽ അലഹബാദ് ഹൈക്കോടതിയിൽ വക്കീലായിട്ട് ജോലി ചെയ്തു. 1887 നന്ദലാൽ കോൾ മരണപ്പെടും. അന്ന് നന്ദലാലിന് 5 ആൺമക്കളും 2 പെൺമക്കളും ഒരു ഭാര്യയും ജീവനോടെയുണ്ട്.
അപ്പൊ ഇത്രയും വലിയൊരു കുടുംബത്തിന്റെ ഭാരം മുഴുവനും വെറും 25 വയസ്സുള്ള മോത്തിലാൽ നെഹ്റുവിന്റെ ചുമലിലായി. അദ്ദേഹം വക്കീൽ ജോലിനെ തൻ്റെ ജീവിതത്തിൽ ഉയരാനുള്ള ഏറ്റവും വലിയ ഒരു സാധ്യതയായി കണ്ടു. ആ പുസ്തകത്തിൽ പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഹിയറിങ്ങിന് അദ്ദേഹം 5 രൂപയ്ക്കാണ് പ്രസന്റ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് 40 വയസ്സാകുമ്പോഴേക്കും മോത്തിലാലിൻ്റെ ഒരു സിറ്റിങ്ങിന് 5 അക്ക സംഖ്യ 10,000-ൽ കൂടുതൽ പണം കൊടുക്കണമായിരുന്നു എന്നാണ്. മോത്തിലാൽ നെഹ്റുവിൻ്റെ അന്നത്തെ പവർ മനസ്സിലാക്കണമെങ്കിൽ പ്രിവി കൗൺസിലിൽ, ബ്രിട്ടീഷുകാരുടെ കൗൺസിലിൽ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും 4 വക്കീലന്മാർക്കാണ് വാദിക്കാൻ അവസരമുണ്ടായിരുന്നത്. അതിലൊരാൾ മോത്തിലാൽ നെഹ്റുവാണ്. 9 എലഗന്റ് റോഡിലെ ഒരു വലിയ ബംഗ്ലാവ് മോത്തിലാൽ നെഹ്റു വാടകയ്ക്കെടുത്തു. വലിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും വക്കീലന്മാരും ജഡ്ജിമാരെയൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം വാടകയ്ക്ക് ഒരു ബംഗ്ലാവ് എടുത്തു. ആ ബംഗ്ലാവിലാണ് 1889 നവംബർ 14 ജവഹർ എന്ന് പറയുന്ന കുട്ടി ജനിക്കുന്നത്, ജവഹർലാൽ. പിന്നീട് അലഹബാദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ മോത്തിലാലിന് ഒരു പ്രത്യേക സ്ഥലം ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. ഭരദ്വാജ് ഋഷി തപസ് ചെയ്തിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ്, ഗംഗയുടെ തീരാണ്. അവിടെ ഒരു വലിയ സ്ഥലവും ഒരു പഴയ കെട്ടിടവും വിൽപ്പനയ്ക്ക് വെച്ചത് അദ്ദേഹം കണ്ടു. അങ്ങനെ ഈ ഭരദ്വാജ് ഋഷി താമസിച്ച സ്ഥലത്ത് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം പുണ്യസ്ഥലമാണ്, മാത്രമല്ല തൊട്ടടുത്ത് ഒഴുകുന്ന ഗംഗ. അപ്പൊ അത് വാങ്ങാൻ തന്നെ മോത്തിലാൽ തീരുമാനിച്ചു. മോത്തിലാൽ അത് അന്ന് 20,000-ൽ താഴെയുള്ള ഒരു എമൗണ്ടിനാണ്, 19,000 രൂപയ്ക്കും കണ്ടാണ് ആ വലിയ സ്ഥലവും ആ പഴയ കെട്ടിടവും വാങ്ങുന്നത്. ആ പഴയ കെട്ടിടത്തെ നന്നായി റിനോവേറ്റ് ചെയ്ത് മോത്തിലാലും നെഹ്റുവിൻ്റെ മുഴുവൻ വലിയ കുടുംബവും ആ വീട്ടിലേക്ക് താമസമായി. അതാണ് പിന്നീട് ആനന്ദ ഭവൻ എന്നറിയപ്പെട്ടത്. ആനന്ദഭവൻ വലിയൊരു മാളിക പോലത്തെ സമുച്ചയമാണ്. അവിടെ മോത്തിലാലിന്റെ കുടുംബം മാത്രമായിരുന്നില്ല, പിന്നീട് നെഹ്റു കുടുംബത്തിലെ ശാഖകളിലെയൊക്കെ വിധവകളായിട്ടുള്ള സ്ത്രീകൾ, അനാഥരായിട്ടുള്ള കുട്ടികളൊക്കെ താമസിക്കാൻ വരുന്ന ഒരു ഒരു ആശ്രയ കേന്ദ്രമായിട്ട് ആനന്ദ് ഭവൻ മാറുന്നത് നമുക്കാണ്. സത്യത്തിൽ ഒത്തിരി പേർ താമസിക്കുന്ന ആനന്ദ് ഭവനിലെ ഒരു കൊച്ചുകുട്ടി, ഏകനായ ഒരു കൊച്ചുകാട്ടി, അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെല്ലാം അദ്ദേഹത്തിനേക്കാൾ ഒരുപാട് മൂത്തതാണ്. കാര്യം മോത്തിലാൽ നെഹ്റുവിന്റെ സഹോദരങ്ങൾ മോത്തിലാലിനേക്കാൾ ഒരുപാട് മൂത്തതാണ്. അപ്പൊ അവരുടെ മക്കളൊക്കെ നെഹ്റുവിനേക്കാൾ ഒരുപാട് മൂത്തതാണ്. അപ്പോൾ ഒരു ഏകാന്തതയിൽ ജീവിച്ച ഒരു കൊച്ചുകുട്ടിയുടെ ബാല്യമാണ് സത്യത്തിൽ ഒരു 10-14 വയസ്സ് വരെ ജവഹർലാൽ നെഹ്റുവിന് ആനന്ദ ഭവനിൽ അനുഭവിക്കേണ്ടി വന്നു. പിന്നീട് നെഹ്റു പഠിക്കുന്നു, വിദേശങ്ങളിലേക്ക് പോകുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അടുത്ത വീഡിയോകളിൽ പറയാൻ ശ്രമിക്കാം. അപ്പൊ സത്യത്തിൽ ദാരിദ്ര്യത്തിനോട് പടവെട്ടി വിദ്യാഭ്യാസത്തിലൂടെ ഒരു തൊഴിലുണ്ടാക്കിയെടുത്ത് ജോലി ചെയ്ത് രാജ്യത്തിലെ തന്നെ പ്രസിദ്ധനായ ഒരു വക്കീലായി മാറിയ മോത്തിലാലിൻ്റെ മകന് പിന്നീട് രാഷ്ട്രീയത്തിലുണ്ടായ സംഭവവികാസങ്ങളൊക്കെ പിന്നീടുള്ള ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. ഓക്കെ, പിന്നെ അസംബന്ധങ്ങൾ പറയുന്നവരോട് നമ്മൾ എന്താ പറയുക. അപ്പം എനിക്ക് ആകെയുള്ളൊരു അപേക്ഷ, ഇത്തരത്തിലുള്ള മീഡിയയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും വാർത്തകൾ വരുമ്പോൾ ജസ്റ്റ് ഈ വീഡിയോ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ നുണപ്രചരണങ്ങൾക്കെതിരെയുള്ള വീഡിയോകൾ ഇനിയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു.